കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 15 അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പലുകളിൽ തൊങ്ങലുകൾ വെച്ച് പിടിപ്പിക്കുവാനും അവിടെ നീല നാടകൾ കെട്ടുവാനും ഇസ്രായേലിയരോട് കൽപ്പിക്കുക. ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചൊല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തിന് മുൻപിൽ വിശുദ്ധരായിരിക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു നിർദ്ദിഷ്ടമായൊരു കൽപ്പന ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ്. വസ്ത്രത്തിൻ്റെ വിളുമ്പലുകളിൽ തൊങ്ങൽ പിടിപ്പിക്കുകയും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടുവാനും കർത്താവ് ഇസ്രായേലിനോട് കൽപ്പിച്ചു. ഹൃദയത്തിൻ്റെയും അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും വ്യക്തി അവരുടെ ഹൃദയത്തിൻ്റെയോ കണ്ണുകളുടെയോ ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ തന്നെ പ്രത്യേകത കാഴ്ചകളുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് വചനം ഓർപ്പിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചൊല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകൾ ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ ഒരടയാളമാണ്. അപ്പോൾ ഈ തൊങ്ങലുകളുടെ ഒരു പ്രത്യേകത, ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇത് നൽകുന്നത് എന്നുള്ളതാണ്. പ്രകാരമുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തും. അങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ ചില മായ പ്രപഞ്ചങ്ങൾക്ക് പിന്നാലെ പോയി ജീവിതവും ജീവിതത്തിൻ്റെ നിയോഗങ്ങളും തന്നെ നഷ്ടപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം ഓർപ്പിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിന് ചില ഓർമ്മയായിട്ടാണ് വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുന്നത്. അങ്ങനെ ആ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുമ്പോൾ, അത് കാണുമ്പോൾ അതെന്തിനെയാണോ സൂചിപ്പിക്കുന്നത്, ആ മേഖലയിൽ അല്പം ശ്രദ്ധ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധരായിരിക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിക്കുന്ന ചില വഴികളാണിത്. അപ്പോൾ അങ്ങനെ ചില ജീവിതത്തിൻ്റെ നിഷ്ഠകൾ നമുക്കുണ്ടായിരിക്കണം. എല്ലാ മേഖലകളും തുറന്നിടുവാനായിട്ട് പാടില്ല. ചില വാതിലുകളും ജനലുകളും കുറ്റികളും കൊളുത്തുകളുമൊക്കെ നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ കൃത്യമായും ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്യേണ്ടവരല്ല നമ്മൾ. നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വഴികളിലൂടെ മാത്രമേ നാം മുന്നോട്ട് പോകാവുകയുള്ളൂ. അങ്ങനെ പോകുമ്പോഴാണ് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായി നാം മാറുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ജീവിതത്തിൻ്റേതായ ചില ക്രമീകരണങ്ങൾ നടത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ചിലപ്പോൾ നാം താഴേണ്ടതായി വരും, ചിലപ്പോൾ ചില ഇടങ്ങളിൽ കെട്ടപ്പെടേണ്ടതായിട്ടും വരും. ചില തൊങ്ങലുകൾ ചില ഇടങ്ങളിൽ കുടുങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേദനകളും സഹനങ്ങളും ഒക്കെ കർത്താവ് തരുന്നത് ഒരു വലിയ ആത്മീയ ക്രമീകരണത്തിലേക്ക് നാം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശച്ചൻ.